മനസ്സിലാക്കുന്നത് ആളും ആരവുമായി കൊട്ടിക്കലാശം അങ്ങനെ പൊടിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് പെട്ടിയിലാകും മുൻപുള്ള അവസാന ആഘോഷത്തിമിർപ്പിലാണ് മുന്നണികൾ. 3 മുന്നണികളും വിജയ പ്രതീക്ഷയിലാണ്. എന്തായാലും ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ പരസ്യ പ്രചരണം അവസാനിക്കാൻ. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളക്കരയിൽ കൊട്ടിക്കയറുകയാണ് കൊട്ടിക്കലാശം. 7 ജില്ലകളിൽ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കൊച്ചിയിൽ എന്താണ് ആവേശം? കൊച്ചിയിൽ എന്താകും വോട്ടായി മാറുക? കൊച്ചി ഈ കഴിഞ്ഞ ഇപ്പോൾ പ്രചാരണ കാലഘട്ടത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവ്വ വിഷയങ്ങളും ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നതിന് സമാനമായി തന്നെ പറയാൻ കഴിയും. അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു, എല്ലാ സമവാക്യങ്ങളും പരീക്ഷിച്ചുകൊണ്ട് ഇത്തവണ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴിതാ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ ഇവിടെ വാഹന പ്രചാരണ ജാഥയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ചില അമ്മമാർ നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? വളരെയധികം പ്രതീക്ഷയോടെയാണ് BJP ഇപ്രാവശ്യം എറണാകുളം കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. നമ്മൾക്ക് എന്താ പറയുക, എല്ലാ കാൻഡിഡേറ്റ്സും അത് മാത്രമല്ല വളരെയധികം യങ്സ്റ്റേഴ്സും ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അത് ഏറ്റവും നമുക്ക് വളരെ സന്തോഷകരമായി തോന്നിയത് എല്ലാ ഫേസുകളും ഈ കോർപ്പറേഷൻ ഏരിയ ആയിട്ട് പോലും പല വീടുകളിൽ ചെന്നിട്ടും അവരെ അത് തിരിച്ചറിയുന്നുണ്ട്. ആ പേരുകൾ അവരത്രയും ജനകീയമായ ആളുകളെ തന്നെയാണ് കാൻഡിഡേറ്റ് സെലക്ഷൻ അത്രയും ബെസ്റ്റായിട്ടാണ് BJP ചെയ്തിരിക്കുന്നത്. കാരണം ആ ഡിവിഷൻ അവിടെ അറിയുന്ന എല്ലാ കാര്യത്തിലും സജീവമായിരിക്കുന്ന ആളുകളെ തന്നെയാണ് കൃത്യമായിട്ട് പാർട്ടി അവരുടെ കാൻഡിഡേറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഇരിക്കുന്നത്. ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് അമ്മമാരെയാണല്ലോ, സ്ത്രീകളെയാണല്ലോ. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പരിഹാരം കാണേണ്ട ഒരു വിഷയമായിട്ട് എന്താണ് കാണുന്നത്? അമ്മമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവരുടെ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പിൽ പോയത്. അവരെല്ലാം വീട്ടിൽ പോയത് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായമാണ് തന്നേക്കണത്. സപ്പോർട്ടും ഉണ്ട് അവരുടെ. തീർച്ചയായിട്ടും ഇവരെല്ലാം സ്ഥാനാർത്ഥിക്കൊപ്പം കൂടെ നിന്നവരല്ലേ ഈ പ്രചാരണത്തിനായിട്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ അവസാന നിമിഷം എന്താ പറയാനുള്ളത്? അവസാന നിമിഷത്തിൽ KS രാജേഷ് ജയിക്കും. ആളുകൾ നൽകുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? ആളുകളുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള പിന്തുണ തന്നെ. താമര തന്നെ വിടരും ഈ പ്രാവശ്യം, യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ മാറ്റം വേണമല്ലോ. മോദിജിയുടെ ഇത് പറഞ്ഞേ മാറ്റം വേണമല്ലോ. അത് തന്നെ. നമുക്ക് ഇവിടുത്തെ ഒരു ചായക്കടയിലേക്ക് കുറച്ച് ആളുകൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇലക്ഷന്റെ തിരക്കിലാണല്ലോ ചേട്ടാ, എന്താണ് ഇപ്രാവശ്യത്തെ ഒരു അഭിപ്രായം? എല്ലാം മാറി വരണം. ഒരു മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇന്നത്തെ ദിവസം സാധാരണക്കാരെന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? സാധാരണക്കാരനും എല്ലാവരും അതല്ലേ ഉദ്ദേശിക്കണം, മാറ്റം വേണം. അതെ, നമ്മുടെ നിരവധി ആളുകൾ വന്നോട്ടെ. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രവർത്തകരെല്ലാം ആവേശത്തിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് പറയാനുള്ളതാണ് ഒരു മാറ്റം ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്ക്, പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ അതിനു ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫീല് ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഇനി
തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകളും പ്രവർത്തനങ്ങളുമെല്ലാമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നതെല്ലാം. അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്നു. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ്. ആ നിശബ്ദ പ്രചാരണം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ ഇവർ കഷ്ടപ്പെട്ടത്, ഇവരുടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചത് മിഥുൻ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കൊച്ചിയിൽ ആവേശം അലയടിക്കുകയാണ്. ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ആലപ്പുഴയിൽ എങ്ങനെയാണ് കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്? അശ്വതി, ആലപ്പുഴയിലെ ഓരോ വാർഡുകൾ, ആലപ്പുഴ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ആലപ്പുഴ നഗരസഭയിലെ ഏൻപുരം വാർഡിലാണ്. ഏൻപുരം വാർഡിലെ സ്ഥാനാർത്ഥി ആർ കണ്ണനും എന്നോടൊപ്പം ഉണ്ട്. കണ്ണനോട് തന്നെ ചോദിക്കാം ഏത് രീതിയിലാണ് ആ കൊട്ടിക്കലാശം എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ പ്രചരണം എങ്ങനെ പോയി അതിൽ ആ വിവരങ്ങളെല്ലാം തന്നെ ഒന്ന് ചോദിക്കാം. കണ്ണ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രചരണം? ഇന്നത്തെ കൊട്ടിക്കലാശം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വളരെ ഗംഭീരമായിട്ടാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം 52 വാർഡുകളിലും BJP മത്സരിക്കുന്ന 52 വാർഡുകളിലും BJP കൊട്ടിക്കലാശം നടത്തുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും നിർണായക ശക്തിയായിട്ട് BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറും. ഇപ്പൊ ഈ കൊട്ടിക്കലാശം എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്, അതോടൊപ്പം എന്തൊക്കെ പരിപാടികളുണ്ട് അതിൽ? തിരുമല ഏൻപുരം നരസിംഹമൂർത്തിയുടെ മണ്ണിലാണ് ഈ കൊട്ടിക്കലാശം നമ്മുടെ സമാപിക്കുന്നത്. ഏൻപുരം വാർഡുകളുടെ കൊട്ടിക്കലാശം സമാപിക്കുന്നത്. വോട്ട് തേടി ഇപ്രാവശ്യം ഓരോ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? മുൻകാലങ്ങളിൽ നിന്ന് എത്രത്തോളം ജനകീയമായില്ലെങ്കിൽ അവർ എത്രത്തോളം NDA ഏറ്റെടുക്കാൻ തയ്യാറാവും? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് BJP ഇത്തവണ നമ്മൾ ഏൻപുരം വാർഡിലെ ജനങ്ങളെ സമീപിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് 2 തവണ ഈ വാർഡ് ഭരിക്കുന്നതും പിന്നെ BJP ആണ്. അതിന്റെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പ്രവർത്തനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന എന്തൊക്കെ വികസന കാര്യങ്ങളാണ് ഈ വാർഡ്? നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മുഴുവൻ ഒരു ഇടനിലക്കാരില്ലാതെ നമ്മൾ ഏൻപുരം വാർഡിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന അർഹമായ ഫണ്ട് മുഴുവൻ ഏൻപുരം വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അമൃത് പദ്ധതി ഉൾപ്പെടെ നടക്കുന്ന പദ്ധതികളുടെ വിഹിതം ഏൻപുരം വാർഡിൽ മുടക്കണമെന്ന് നടക്കുന്നതാണ് നമ്മൾ നടത്തുന്നത്. അതുതന്നെയാണ് കേന്ദ്ര പദ്ധതികൾ അത് പൂർണ്ണമായും ജനങ്ങളിൽ എത്തണമെങ്കിൽ NDA വിജയിപ്പിക്കുക. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് പൂർണ്ണമായ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് പ്രചരണത്തിലുടനീളം എന്നത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നമ്മളോട് പറയുന്നത്. നമ്മളോട് ഇപ്പോൾ ആ വിവരങ്ങൾ പങ്കുവെച്ചത് ആലപ്പുഴ നഗരസഭയിലെ ഏൻപുരം വാർഡിലെ സ്ഥാനാർത്ഥി ആർ കണ്ണനാണ്. അശ്വതി, തീർച്ചയായും സുധീഷ്, എന്തായാലും ആലപ്പുഴയിലും അങ്ങനെ ആരവമാണ്. എല്ലാവരും വിജയപ്രതീക്ഷകളിലാണ്. എന്തായാലും വോട്ട് പെട്ടിയിലെത്തും മുൻപുള്ള പരസ്യ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിൽ മുറുകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹ്ലാദ പ്രകടനങ്ങളാണ്, ആവേശമാണ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ. എന്തായാലും ഇപ്പോൾ നമുക്ക് തലസ്ഥാനത്തേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നും ദിസ്നയും വീണയും ചേരുന്നുണ്ട്. ദിസ്ന, വീണ,